തൃശൂർ നാട്ടികയിൽ മദ്യലഹരിയിൽ വീട്ടമ്മയെ ആക്രമിച്ച് കാപ്പ കേസ് പ്രതി നിരവധി കേസുകളിൽ പ്രതിയായ ശരത് എന്ന കണ്ണാപ്പിയാണ് ചെമ്മാപ്പള്ളി നഗർ സ്വദേശി സുജിതയെ ആക്രമിച്ചത്. തടഞ്ഞു നിർത്തി മുഖത്തടിച്ച ഗുണ്ടയെ വീട്ടമ്മ പ്രതിരോധിച്ചു. തന്റെ പരാതി വലപ്പാട് പോലീസ് അവഗണിച്ചെന്നും സുജിത ആരോപിക്കുന്നു. പ്രതികരണത്തിലേക്ക്. പോലും ചോദിച്ചില്ല മാഡം, എന്തിന് തല്ലി അല്ലെങ്കിൽ എങ്ങനെ തല്ലി ഒന്നും ചോദിച്ചില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പെണ്ണ് പരാതി ചെന്ന് കൊടുത്തിട്ട് പോലും ഒരു പാർട്ടിക്കാരും ഇടപെട്ടില്ല. വിളിച്ചപ്പോ ഇവൻ വലിയ ഗുണ്ടയെന്ന് കേട്ടിട്ട് ഒരാളും വന്നില്ല. ഇവൻ 2 ദിവസം മുമ്പ് ആ കടവില് ഒരു ലത എന്ന് പറഞ്ഞ ചേച്ചിയുടെ മോന്റെ കൈ അവിടെ ഇവിടെയൊക്കെ തല്ലി എന്ന് പറഞ്ഞു. നമ്മുടെ കോളനി തന്നെ ഒരു വീര എന്ന് പറഞ്ഞു ഒരിക്കലും വീട്ടിലും അയാൾ അസുഖങ്ങളും വിളിച്ചു പറഞ്ഞു. അവർക്കൊക്കെ പരാതി പറയാൻ പേടി, അവൻ ഗുണ്ടയായിട്ട്. ലെവിൻ കെ വിജയനുണ്ട് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങളുമായി. ലെവിൻ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ മദ്യലഹരിയിൽ ഉണ്ടായിരുന്ന ഈ കാപ്പ കേസ് പ്രതി വഴിയിൽ നിന്ന് യുവതി ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത്. എന്താണ് ഇവരുടെ പരാതിയുടെ ഒരു പൂർണ്ണ രൂപം? പോലീസിന് എതിരായിട്ടുള്ളൊരു ആക്ഷേപം കൂടി യുവതി നടത്തുന്നുണ്ടല്ലോ. അരുണ്യ, ഈ മാസം 18-നാണ് ഈ സംഭവം. 18-ന് തൃശ്ശൂർ നാട്ടിക ചെമ്മാപ്പള്ളി എന്ന് പറയുന്ന നഗറിലെ താമസക്കാരിയാണ് ഈ പരാതിക്കാരിയായ സുജിത. സുജിതയുടെ ഭർത്താവ് അസുഖബാധിതനായി ചികിത്സയിലാണ്. സുജിത തൻ്റെ പുരയിടത്തിൽ തന്നെ വീട് നിർമ്മിക്കുന്നുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട പദ്ധതി പ്രകാരം ലഭിച്ച വീടാണ് നിർമ്മിക്കുന്നത്. ഈ വീട് നിർമ്മാണം ഈ പ്രദേശവാസിയായിട്ടുള്ള ഈ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ശരത്ത് എന്ന് പറയുന്ന കണ്ണാപ്പിയെ അറിയിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് യുവതിക്ക് അരികിലേക്ക് ഇയാൾ എത്തുന്നതും പിന്നീട് സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മുഖത്തടിച്ച് പരിക്കേൽപ്പിക്കുന്നതുമൊക്കെ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഈ ശരത്തിനെതിരെ കാപ്പ നിയമപ്രകാരം കേസെടുത്ത് പോലീസ് നാട് കടത്തിയതടക്കമുള്ള നടപടികൾ നിലനിൽക്കുന്നുണ്ട്. പ്രദേശവാസികൾക്കൊക്കെ വലിയ ഭയമാണ് ഈ ശരത്തിനെ. അങ്ങനെയുള്ള ഒരാൾ വന്ന് ഈ യുവതിയെ നമ്മൾ അറിഞ്ഞു കേട്ടതിടത്തോളം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഇയാൾ ഏത് സമയത്തും അരയിൽ കത്തിയൊക്കെ വെച്ച് നടക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ ക്രിമിനൽ പ്രവർത്തികളെ